ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പച്ചമുളക് തൈര് കറിയാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് തൃപ്തിയായിട്ട് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാമേ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ പുളി കുറഞ്ഞതും ആവരുത്, ഒരുപാട് പുളി കൂടിയും പോവല്ലേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണിൻ്റെ അളവ് സ്പൂണിന് 2 പ്രാവശ്യം ഉപ്പിട്ട് കൊടുത്തു. അപ്പം 1 ടീസ്പൂൺ ഉപ്പും 1/8 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയുമാണ്. ഞാൻ ഉപയോഗിച്ച തൈര് നല്ല കട്ട തൈരായതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ബ്ലെൻഡറിൽ ഒരടി അടിച്ചെടുക്കുകയായിരുന്നു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നല്ല കട്ട തൈര് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഫോർക്കിട്ടോ സ്പൂണിട്ടോ നന്നായിട്ടൊന്ന് കട്ടയൊടിച്ചെടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ ബ്ലെൻഡറിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ ലൂസായി പോകും. ഇത് നല്ല കുറുകിയിരിക്കേണ്ട ഒരു കറിയാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഒരു 12 കൊച്ചുള്ളി കനം കുറച്ച് അരിഞ്ഞതും ഒരു 6 സാമാന്യം വലിപ്പമുള്ള വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും 1 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതുമാണ്. ഇപ്പം കാണിക്കുന്നത് ഒരു 13 സാമാന്യം വലിപ്പമുള്ള സാമാന്യം എരിവുള്ള പച്ചമുളകാണ്. ആ ഓരോ പച്ചമുളകിൻ്റെയും ഒരു സൈഡിൽ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പച്ചമുളകിൻ്റെ ഉള്ളിലേക്കും നമ്മുടെ ഈ ചേരുവകളുടെയൊക്കെ സ്വാദ് പിടിച്ചു കഴിഞ്ഞാലേ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആ മുളക് ഇങ്ങനെ ഞെരടി കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്വാദ് കിട്ടുള്ളൂ കേട്ടോ. അത് തന്നെയല്ല, ചൂടായ എണ്ണയിലോട്ട് പച്ചമുളക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാനും അത് നല്ലതാണ്. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഇതിനെടുക്കണേ. അതിലേക്ക് 1/4 ടീസ്പൂൺ മുഴുവനെയുള്ള ഉലുവ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുകുമിട്ട് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് ഈ പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അതിനിടയ്ക്ക് പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടാക്കി ബെല്ലൈക്കണും പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനോട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ. പച്ചമുളകെല്ലാം നന്നായിട്ട് വഴന്ന ശേഷം അതെല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാമേ. പച്ചമുളക് കോരി മാറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ ഉലുവായും കടുകും ആ എണ്ണയ്ക്കകത്തുണ്ടല്ലോ. അപ്പം ആ എണ്ണയിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ ആവശ്യത്തിനൊന്ന് വഴറ്റിയെടുക്കണേ. അതിനകത്ത് പച്ചമുളക് കിടന്നതുകൊണ്ടും ഒരു കുഴപ്പവും ഇല്ല. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടെ കിടന്ന് പിന്നെ വഴലുമ്പോഴത്തേക്ക് ആ പച്ചമുളകിൻ്റെ നിറമൊക്കെ അങ്ങ് പോകും. അപ്പം നമ്മൾ ഈ കറിക്കകത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ഭംഗി ഉണ്ടാവത്തില്ല. നമ്മൾ തയ്യാറാക്കുന്ന കറിയുടെ സ്വാദ് പോലെ തന്നെ അപ്പിയറൻസ് കൂടെ നന്നായിരുന്നാൽ കുറേ കൂടെ നല്ലതല്ലേ. നമ്മൾ മുമ്പേ പൊടികളൊക്കെ ഇട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്ന തൈരും കൂടി ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ളിയും ഇഞ്ചിയും ഒക്കെ വഴറ്റി കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടായി കിടക്കുകയായിരിക്കുമല്ലോ ചട്ടി. അതുകൊണ്ട് തന്നെ ആ പാത്രത്തിൻ്റെ ചൂട് നല്ലോണം പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്തോട്ട് ചേർക്കാവുള്ളേ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, ആ ചൂടായ ആ പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോഴേക്കും നന്നായിട്ട് അതങ്ങ് പിരിഞ്ഞു പോകും. പിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും മാറും, അപ്പിയറൻസും മാറും. പിന്നെ നമുക്ക് കറി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ പോലും തോന്നാത്ത പരുവത്തിലായി പോകുമേ. നമ്മൾ ആ വഴറ്റി വെച്ചിരുന്ന പച്ചമുളകിൽ 3/4 ഭാഗവും ഞാൻ ഇതിനൊപ്പം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടിഭാഗം കൂട്ടി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിട്ടിട്ട് വേറെ ഒരു കാര്യത്തിനും പോകരുതേ. എന്നിട്ട് ഈ ഉപയോഗിച്ചിരിക്കുന്ന തടിയെന്ന് ഈ ആവി പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ആ തവിയിൽ നിന്ന്, ഏത് സ്റ്റീലാണെന്നുണ്ടെങ്കിലും തടി ആയാലും, നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്പൂണിൽ നിന്ന് ആവി പോകുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകമേ. പിന്നെ കറി വെച്ച പാത്രം ചൂടുള്ളതായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് പകർന്നു വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ കറി പെട്ടെന്ന് തണുപ്പിച്ചെടുക്കണേ. പിന്നെ ഈ കറി തയ്യാറാക്കിയാൽ ഉടനെ തന്നെ കഴിക്കാൻ നിൽക്കാതെ ഒരു 2-3 മണിക്കൂർ ആ പച്ചമുളകിനകത്തോട്ട് ഈ കറിയൊക്കെ ഒന്ന് ഇറങ്ങി നല്ലോണം ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചോറിൻ്റെ കൂടെ ഇട്ട് ഈ പച്ചമുളകും ഒക്കെ ഞെരടി കഴിക്കാനാണ് നല്ലൊരു സ്വാദ് കേട്ടോ. ശരിക്കും ഈ ഒരു കറിയുടെ കൂടെ നല്ല എരിവുള്ളൊരു മെഴുക്ക് പുരട്ടിയൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്